എം.ടി. വാസുദേവൻ നായരെ അനുസ്മരിച്ച് ജന്മനാടായ കൂടല്ലൂർ പി. മമ്മിക്കുട്ടി എം.എൽ.എ. ഉൾപ്പെടെയുള്ളവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. കൂടല്ലൂർ ഗ്രാമത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ എം.ടിയെ ജന്മനാടായ കൂടല്ലൂരിൽ കഴിഞ്ഞ ദിവസമാണ് അനുസ്മരിച്ചത്. എം.ടിയുടെ വേർപാട് കൂടല്ലൂർ ഗ്രാമത്തെയും നൊമ്പരപ്പെടുത്തിയിരുന്നു. മൗനജാഥയോടെയായിരുന്നു കൂടല്ലൂർക്കാർ അനുസ്മരണ ചടങ്ങിലേക്ക് എത്തിയത്. കൂടല്ലൂർ കൂട്ടക്കടവിലായിരുന്നു അനുസ്മരണ ചടങ്ങ്. എം.ടിയെ പരിചയപ്പെട്ടതു മുതലുള്ള സംഭവ വികാസങ്ങൾ വിവരിച്ചായിരുന്നു അനുസ്മരണ ചടങ്ങിൽ പി. മമ്മിക്കുട്ടി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തത്. എം.ടിയുടെ രചനകളിലെല്ലാം കൂടല്ലൂരും ഈ നാട്ടുകാരും ഉണ്ടായിരുന്നുവെന്നും ഈ നാടിന്റെ എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹമെന്നും മുൻ എം.എൽ.എ. വി.ടി. ബൽറാം അനുസ്മരിച്ചു. എല്ലാ നിലയ്ക്കും ഈ നാടിന്റെ കഥാകാരനായിരുന്നു അദ്ദേഹം. എഴുതിയതൊക്കെ അല്ലെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷവും അല്ലെങ്കിൽ അവിടെയൊക്കെ ഈ നാടുണ്ടായിരുന്നു. ഇവിടുത്തെ മണ്ണുണ്ടായിരുന്നു, ഇവിടുത്തെ പുഴയുണ്ടായിരുന്നു, ഇവിടുത്തെ കുന്നുകളുണ്ടായിരുന്നു, ഇവിടുത്തെ പ്രകൃതി ഉണ്ടായിരുന്നു, ഇവിടുത്തെ സാധാരണ മനുഷ്യരുണ്ടായിരുന്നു, അവരുടെയൊക്കെ ജീവിതങ്ങളുണ്ടായിരുന്നു. എം.ടിയുടെ കഥാപാത്രങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടവരാവുന്നത് അവരുടെ നായക സങ്കല്പത്തിന്റെ പൂർണ്ണതയുടെ അടിസ്ഥാനത്തിലല്ല. ഭരണാധികാരികളുടെ മുൻപിൽ ഒരിക്കലും തലകുനിക്കാത്ത സാഹിത്യകാരൻ കൂടിയായിരുന്നു എം.ടി. എന്നും അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ അവരൊക്കെ അതിമാനുഷരായ കഥാപാത്രങ്ങളായതുകൊണ്ടല്ല, ആ കഥാപാത്രങ്ങളിൽ പലതും നമ്മളൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്, നമ്മളെപ്പോലുള്ളവരായിരുന്നു എന്നുള്ളതാണ്. നമ്മളുടെയൊക്കെ എല്ലാ ദൗർബല്യങ്ങളും ബലഹീനതകളും അസൂയകളും പൊങ്ങച്ചങ്ങളും നമ്മുടെയൊക്കെ മഹത്വാകാംക്ഷകളും നമ്മുടെയൊക്കെ വേദനകളും നമ്മുടെയൊക്കെ നിരാശകളും പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നിസ്സഹായതകളും ഒക്കെ കഥാപാത്ര രൂപത്തിൽ മുന്നിൽ വരുന്നതുകൊണ്ടാണ് ആ കഥാപാത്രങ്ങളെ നമുക്ക് നെഞ്ചേറ്റാൻ സാധിക്കുന്നത്. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ. മുഹമ്മദ്, കെ.പി.സി.സി. നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. റജീന, ഹമീദ്, ടി. സാലിഹ്, ഇ.എസ്. ഗോവിന്ദൻ, സജിത ഉൾപ്പെടെയുള്ളവരും എം.ടിയുടെ ഓർമ്മകൾ പങ്കുവച്ചു. CCTV ന്യൂസ് തൃത്താല.